ഏത്തവാഴ കൃഷി പ്രതിസന്ധിയിലെത്തിയിട്ടും കൃഷി തുടർന്ന് ഐക്യത്തോടെ മുന്നേറി തണൽ കർഷക സംഘം. വാഴത്തോപ്പ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തണൽ കർഷക സംഘം ഇത് 3-ാം വർഷമാണ് മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്നത്. ഏത്തയ്ക്കായ വിലയിടിവ് മൂലം കൃഷി പ്രതിസന്ധിയിലായിട്ടും ഇവർ കൃഷിയിടത്തിൽ സജീവമാണ്. വാഴത്തോപ്പ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തണൽ കർഷക സംഘം വിപണിയിലെ വിലയിടിവ് മൂലം ഗുരുതര പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലും ഐക്യത്തോടെ കൃഷി തുടരുകയാണ്. 12ഓളം അംഗങ്ങളുള്ള സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കർഷകർ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഏത്തവാഴ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള കൃഷികളാണ് നടത്തിവരുന്നത്. ഏത്തവാഴ കൃഷിയുടെ വിളവെടുപ്പ് ആരംഭിച്ചെങ്കിലും ന്യായമായ വില ലഭിക്കാത്തത് കർഷകർക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. നിലവിൽ ലോക്കൽ മാർക്കറ്റിൽ 1 കിലോ ഏത്തക്കായ്ക്ക് ലഭിക്കുന്നത് 28 രൂപയോളം മാത്രമാണെന്ന് സംഘ അംഗങ്ങൾ പറയുന്നു. കൃഷി തുടങ്ങുന്ന വാഴയുണ്ട്, കപ്പയുണ്ട്, പല പച്ചക്കറികൾ, പല കൃഷികൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ വന്നതാണ്. കൃഷിഭവനിൽ നമുക്ക് ആനുപാതികമായിട്ടുള്ള സഹകരണങ്ങൾ കിട്ടുന്നുണ്ട്, എങ്കിലും അത് പോരായ്മകളുണ്ട് പല കാര്യങ്ങളിലും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഏറ്റവും നേരിടുന്ന പ്രതിസന്ധി, നമ്മളിപ്പം കൊല വെട്ടുന്ന സാഹചര്യമാണ്. പക്ഷേ വാഴക്കൊലയ്ക്ക് വില 30 രൂപ താഴെയായി. നമുക്ക് ഉൽപ്പാദന ചെലവ് അനുസരിച്ച് നമുക്കൊരു വാഴക്കൊലയ്ക്ക് എങ്ങനെയായാലും ഒരു 250-300 രൂപ അടുത്ത് നമുക്ക് മുടക്ക് വരും ഇതിൻ്റെ ചെലവ്. പക്ഷെ നമുക്ക് അത്തരത്തിൽ നമ്മൾ വിറ്റ് വരെ വരുന്നില്ല. 30 രൂപയ്ക്കൊക്കെ ആവറേജ് 8 കിലോ 9 കിലോ തന്നെ കൊലയാണ്. 30 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ നമുക്കറിയാലോ 250 രൂപ 300 രൂപ താഴെ നിൽക്കുള്ളൂ. നമുക്കതുകൊണ്ട് ലാഭം ഉണ്ടാകുന്നില്ല. കഷ്ടി മുതൽ എത്തിപ്പോകുന്ന ഒരു അവസരമാണ് നിൽക്കുന്നത്. എന്നാൽ ഒരു ഏത്തവാഴ കൃഷി ചെയ്യുന്നതിന് ഏകദേശം 250 രൂപയോളം ചെലവ് വരുന്ന സാഹചര്യത്തിൽ നിലവിലെ വില കൃഷിച്ചെലവ് പോലും തിരികെ ലഭിക്കാത്ത അവസ്ഥയാണെന്ന് സംഘം പ്രസിഡന്റ് ബാബു ചേറ്റാനി, ലാലു കുന്നങ്കോട്ട്, ഷിജോ വാട്ടപ്പള്ളി എന്നിവർ പറയുന്നു. പഞ്ചായത്തിലെ കൃഷിഭവനിൽ നിന്ന് കാര്യമായ സഹായങ്ങൾ ലഭിക്കാത്തതും കർഷകരുടെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുകയാണ്. വിവിധ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടും കഴിഞ്ഞ 3 വർഷമായി സംഘം സജീവമായി പ്രവർത്തനം തുടരുകയാണ്. പ്രതിസന്ധികൾക്കിടയിലും കൃഷിയോടുള്ള ആത്മവിശ്വാസവും കൂട്ടായ്മയുടെ ശക്തിയും കൈവിടാതെ മുന്നേറുന്ന തണൽ കർഷക സംഘം പ്രദേശത്തെ മറ്റ് കർഷകർക്കും പ്രചോദനമായി മാറുകയാണ്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.